ഞാൻ കാണിക്കാൻ പോകുന്നത് ഹലോ കിറ്റിയുടെ പേസ് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിനുവേണ്ടി 3 കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് വൈറ്റ്, പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക്. ഞാനൊരു കട്ടിയുള്ള പേപ്പറിൽ ഹലോ കിറ്റിൻ്റെ ഫേസ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ റെഡ് കളർ ഫോം ഷീറ്റിൻ്റെ ബാക്കിൽ ഇത് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റൊന്നും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു കട്ടിയുള്ള പേപ്പറിൽ ഇതുപോലത്തെ ഒരു ബോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് കളർ ഫോം ഷീറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ബൗ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇതിൻ്റെ ഇയറിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ മറ്റേ ഫേസിലും ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് കണ്ണും മൂക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിന് മീശ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഫോം ഷീറ്റിന് ഇതുപോലത്തെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്മേൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹലോ കിറ്റിയുടെ ആ ഫേസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വൈറ്റ് കളർ സിബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സിബിൻ്റെ അതേ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഫോം ഷീറ്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേ വിഡ്ത്തിൽ വേറൊരു പീസും കൂടി വേണം, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സിബിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ആ സ്റ്റാർട്ടിങ്ങും പിന്നെ ആ എൻഡിങ്ങും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ഞാൻ മറ്റേ പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഞാൻ ഈ ഒരു പീസിലാണ് സിബ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. ഇനി സിബിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ആ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലൊക്കെ കാണുന്ന സിബിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ സിബ് ഫേസിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആ സിബിൻ്റെ സൈഡ് ഭാഗത്ത് ഗ്ലൂ ആക്കിയിട്ട് ആ ഫേസിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫേസിൻ്റെ മറ്റേ ഭാഗവും ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ പേസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഫോം ഷീറ്റ് കയ്യിലുണ്ടെങ്കിൽ ആർക്കും എളുപ്പം തയ്യാറാക്കിയെടുക്കാം. കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.